കെ.പി.സി.സി പുനഃസംഘടനയിൽ കോൺഗ്രസിനുള്ളിൽ അതൃപ്തി പുകയുന്നു. ഒരേ ഒരു പേര് പറഞ്ഞിട്ടും പരിഗണിച്ചില്ല എന്ന് കെ മുരളീധരനും ചാണ്ടിയുമ്മനെ പരിഗണിക്കാത്തതിൽ ഒരു വിഭാഗത്തിനും എതിർപ്പുണ്ട്. റിജിൽ മാക്കുറ്റിയെ പരിഗണിക്കാത്തതിൽ കെ സുധാകരനും അതൃപ്തിയുണ്ട്. കഴിവൊരു മാനദണ്ഡമാണോ എന്ന പരിഹാസ ഫേസ്ബുക്ക് പോസ്റ്റുമായി ഷമാ മുഹമ്മദും രംഗത്തെത്തി. കോൺഗ്രസ് ജംബോ പാർട്ടി എന്നായിരുന്നു ഭാരവാഹി പട്ടികയിൽ കെ.പി.സി.സി അധ്യക്ഷന്റെ പ്രതികരണം. ചാണ്ടിയുമ്മൻ ഭാവിയുടെ നേതാവാണ് എന്നും സണ്ണി ജോസഫ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണം: കോൺഗ്രസ് ഒരു ജംബോ പാർട്ടിയാണ്. അതിനൊരു ചെറിയ നേതൃത്വം പോരാ, ശക്തമായ നേതൃത്വം വേണം. അതിന് കരുത്തുറ്റ നേതൃത്വമാണ് ഇപ്പോൾ AICC അംഗീകരിച്ചിട്ടുള്ളത്. ഞങ്ങളെല്ലാവരും വളരെ സംതൃപ്തരാണ്, സന്തുഷ്ടരാണ്, സജീവമാണ്. ഇതിപ്പോൾ ജനറൽ സെക്രട്ടറിമാരുൾപ്പെടെയുള്ള ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. ഇനി സെക്രട്ടറിമാരുടെയും എക്സിക്യൂട്ടീവും കൂടെ വരും. അതുകൂടെ വരുമ്പം സമ്പൂർണ്ണ സംതൃപ്തി. ചാണ്ടിയുമ്മൻ ഈസ് എ വെരി പ്രോമിസിംഗ് യങ്സ്റ്റർ, വെരി പ്രോമിസിംഗ് എനർജറ്റിക് ലീഡർ. പാർട്ടിയുടെ ഒരു കരുത്തുറ്റ നേതാവാണ് അദ്ദേഹം. അരുൺ പൂപ്പറമ്പ് വിവരങ്ങളുമായി. അരുൺ, എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടാണ് ഈ ജംബോ പട്ടിക പുറത്തിറക്കിയത് എന്നത് നേതൃത്വം കരുതുമ്പോഴാണ് അവിടെയും അതൃപ്തിയുള്ളത്. അതിൽ മുതിർന്ന നേതാക്കൾ കെ മുരളീധരൻ, കെ സുധാകരൻ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട് ഇത്തരത്തിലേക്കുള്ള അതൃപ്തി. അപ്പോൾ എന്താണ് ഇനി പ്രതീക്ഷിക്കാൻ? ഇവർക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇനി സെക്രട്ടറി പട്ടികയൊക്കെ പുറത്ത് വരാനിരിക്കുന്നു. കെ.പി.സി.സി അധ്യക്ഷൻ പറഞ്ഞതുപോലെ അപ്പോൾ സമ്പൂർണ്ണ തൃപ്തിയിലേക്ക് പോകുമെന്നാണോ കരുതേണ്ടത്? അനുജ സൂചിപ്പിച്ച പോലെ തന്നെ KPCC പുനഃസംഘടനാ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ പല വിഭാഗങ്ങൾ, പല നേതാക്കൾ, പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കൾ തന്നെ അതൃപ്തിയുമായി രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. അത്തരം നേതാക്കൾ നിർദ്ദേശിച്ചിട്ടുള്ള പേരുകൾ പരിഗണിക്കാതെ ഏകപക്ഷീയമായ അത്തരത്തിലുള്ള ഒരു പട്ടിക തയ്യാറാക്കി എന്ന തരത്തിലൊക്കെ അത്തരം വിമർശനങ്ങളൊക്കെയാണ്, അതൃപ്തിയൊക്കെയാണ് പ്രകടിപ്പിച്ച് രംഗത്ത് വരുന്നത്. കെ മുരളീധരൻ നേരത്തെ തന്നെ അതൃപ്തി ഉണ്ട് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കെ സുധാകരന് കൂടി അതൃപ്തി ഉണ്ടെന്ന വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അതിൽ കെ സുധാകരന്റെ അതൃപ്തിക്ക് കാരണം കണ്ണൂരിൽ നിന്നൊരു KPCC ഭാരവാഹി കെ സുധാകരൻ വിഭാഗത്തിൽ വേണം. അതിൽ കെ സുധാകരൻ നിർദ്ദേശിച്ച പേര്, AICCയോട് നിർദ്ദേശിച്ച പേര് റിജിൽ മാക്കുറ്റിയുടേതാണ്. റിജിൽ മാക്കുറ്റി യൂത്ത് കോൺഗ്രസിന്റെ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്, KSUവിന്റെ സംസ്ഥാന ഭാരവാഹിത്വം വഹിച്ച ആളാണ്. അങ്ങനെ റിജിൽ മാക്കുറ്റി ആ രീതിയിൽ കൂടി പരിഗണിക്കാമായിരുന്നു എന്നതാണ് കെ സുധാകരൻ പറയുന്നത്. ആ പേര്, ഒരൊറ്റ പേര് മാത്രമേ കണ്ണൂരിൽ നിന്ന് KPCC ഭാരവാഹിയായി വേണം എന്ന നിലയിൽ നിർദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷേ അത് പരിഗണിച്ചില്ല എന്നതാണ് കെ സുധാകരന്റെ അതൃപ്തിക്ക് കാരണം. നേരത്തെ തന്നെ ഈ കണ്ണൂരിൽ ഈ സുധാകരനെ നേതൃത്വം അവഗണിക്കുന്നു എന്ന തരത്തിലുള്ള പരസ്യ പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് സുധാകരനെ അനുകൂലിക്കുന്ന വിഭാഗത്തിന്റെ പരസ്യ പ്രതികരണങ്ങളൊക്കെ രംഗത്ത് വന്നിരുന്നു. പരസ്യമായ പോസ്റ്റർ പ്രചാരണമൊക്കെ ഉണ്ടായ ഘട്ടത്തിൽ അതൃപ്തി പരസ്യമാക്കി കെ സുധാകരൻ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ട്. അപ്പോൾ അത്തരം പ്രതികരണങ്ങളിലേക്ക് സുധാകരൻ ഇനി ഈ കാര്യത്തിൽ പോകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. എന്നാലും അതൃപ്തി പ്രകടിപ്പിക്കുകയാണ്. താൻ നിർദ്ദേശിച്ചിട്ടുള്ള ഒരു പേരിൽ ആ പേര് പോലും പരിഗണിച്ചില്ല എന്ന അതൃപ്തിയാണ് സുധാകരൻ പങ്കുവെക്കുന്നത്, അല്ലെങ്കിൽ ആ അതൃപ്തിയാണ് പ്രകടിപ്പിക്കുന്നത്. നേരത്തെ തന്നെ നേതൃത്വവുമായി പല ഘട്ടങ്ങളിൽ പല ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അത് പരിഗണിച്ചില്ല എന്ന നീരസവും അതൃപ്തിയും ഒക്കെ സുധാകരനുണ്ട്. അത് ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പട്ടികയിലും സുധാകരൻ പ്രകടിപ്പിക്കുകയാണ്. അതാണ് KPCC പുനഃസംഘടനയിലും അതൃപ്തി പുകയുന്നുണ്ട് എന്നതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.